ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൻ്റെ മുമ്പേ നമുക്ക് വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ വേദഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7-ാമത്തെ വാക്യം വരെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ച ആ വേദഭാഗം തന്നെയാണ്. ഐസയ ചാപ്റ്റർ 9 വേഴ്സ് 1 to 7. ഹല്ലേലൂയ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറകുപോലെ തീയ്ക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകിയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ നമ്മൾ ഈ പ്രവചന വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയോട് വേണം നമ്മൾ ഇത് ഓരോ വാക്കുകൾ ധ്യാനിക്കുവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ യെശയ്യാ 8-ാമത്തെ അധ്യായത്തിൻ്റെ 22-ഉം 9-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തെ കേന്ദ്രീകരിച്ച് നമ്മൾ വചനം ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ 2 മുതൽ 7-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നു. പ്രാർത്ഥനയോട് നമുക്ക് ഓരോ വാക്കുകൾ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചത് ഇസ്രായേലിന് ഇനിയും കഷ്ടതയുടെ ദിവസങ്ങളാണ്. പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ നോർത്തിലുള്ള ഇസ്രായേൽ 10 ഗോത്രങ്ങളും സൗത്തിലുള്ള യൂദാവ് 2 ഗോത്രങ്ങൾ, ബെന്യാമീനും യൂദാവും. യെശയ്യാവ് യൂദയിൽ നിന്നുകൊണ്ടാണ് പ്രവചിക്കുന്നത്. പക്ഷേ തെക്കിലുള്ള ആ രാജ്യത്തോടും യഹൂദനോടും ദൈവത്തിൻ്റെ അരുളപ്പാട അറിയിക്കുന്നത്, സ്പഷ്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇനിയും കഷ്ടതയുടെ ദിവസമുണ്ട്, ദൈവം തന്നെ അനുവദിക്കും. പക്ഷേ അത് കൂടുതൽ നാൾ നിലനിൽക്കത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ ഗലീലയുടെ ആ പ്രദേശത്തെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. ഇനിയും 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 9-ന്റെ 2-ാമത്തെ വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വലിയൊരു വെളിച്ചം കണ്ടു. സോ അവിടെ ഒന്നിന്നെ ഇരുട്ടിൽ നടന്ന ഒരു ജനം. യെശയ്യാവ് പ്രവചിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വിഷയം പറഞ്ഞായിരുന്നു. പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവത്തെ ഭൂതകാലമായിട്ടാണ് വർണ്ണിക്കുന്നത്. ഇവിടെ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ ഇനിയും ക്രിസ്തു വരാൻ 700 വർഷം ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. 700 വർഷം ഇനി ഉടനെ തന്നെ നടക്കാൻ പോകുന്ന സംഭവം, ഇസ്രായേൽ അസൂരികൾ വരും, ഇസ്രായേൽ അടിമത്വത്തിൽ പോവും. കുറേ നാൾ കഴിയുമ്പോൾ യൂദാവും അടിമത്വത്തിൽ പോവും. അതാ ഉടനെ തന്നെ നടക്കാൻ പോകുന്ന സംഭവം. ജാതികൾ വന്ന് ഇവർ പാർത്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ അവർ പാർക്കും. പക്ഷേ ഇപ്പം യെശയ്യാ പ്രവചിക്കുമ്പോൾ ആഹാസ യഹൂദാവിൻ്റെ രാജാവ്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കുന്നവനല്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇരുട്ടിൻ്റെ സമയമാണ്. ആ ഇരുട്ട് പറയുമ്പോൾ, ആ ഇരുട്ട് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനി കഷ്ടതയുടെ, അടിമത്വത്തിൻ്റെ, പ്രത്യാശയില്ലാത്ത കാലമാണ് ഇവരുടെ മുമ്പേ വരുന്നത്.
ഇവരുടെ മേളിൽ, അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ചുമക്കുന്ന നുകവും അവർ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവരുടെ ചുമലിൽ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും. മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു സോ കളഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം, ഇനിയും ഇവരുടെ പുറത്ത് ഒരു നുകമുണ്ട്, അടുത്തത് കോലുണ്ട്, പിന്നെ വടിയുമുണ്ട്. ഇതാ ഇനിയും ഇവർ അനുഭവിക്കാൻ പോകുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഇതിന് എല്ലാം ഒരു വ്യത്യാസം വരും. ഇരുട്ടിൽ നടന്നവർ വെളിച്ചം കണ്ടു. ഇനി നമുക്ക് ഗലീലയിലെ പ്രദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ അവിടെ ഒരുവൻ നടക്കുന്നുണ്ട്. ജനിച്ചത് ബത്ലഹേമില. ശ്രദ്ധിക്കണം, ജനിച്ചത് ബത്ലഹേം, ദാവീദിന്റെ നഗരം. യോസെഫും മറിയയും ദൂതൻ അവരുടെ മുമ്പേ പ്രത്യക്ഷപ്പെട്ടപ്പം അവർ ബത്ലഹേമിലല്ല, അവർ നാസറത്ത്, ഗലീലയില. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവിടുന്ന് അവർ യാത്ര തിരിച്ച് ബത്ലഹേമിൽ വന്നു. മടങ്ങി അവർ നാസറത്തിലേക്ക് പോയി. കർത്താവായ യേശു വളർന്നത്, മനുഷ്യനായി വളർന്നത് എല്ലാം ഗലീലയുടെ പ്രദേശത്താണ്. ശുശ്രൂഷ ആരംഭിക്കുന്നതും ഗലീലയുടെ പ്രദേശത്ത്. മസിയാവ് എന്തിനാ ഗലീലയുടെ പ്രദേശത്തിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത്? ആലയം യഹൂദയുടെ പ്രദേശത്ത് യെരുശലേമിലല്ലയോ? ബത്ലഹേമും യെരുശലേം തമ്മിൽ ഒരു 5 മൈൽ വ്യത്യാസമേ ഉള്ളൂ. അവിടെ അല്ലയോ മസിയ പ്രത്യക്ഷപ്പെടേണ്ടത്? അവിടെ ഇല്ലയോ ശുശ്രൂഷിക്കേണ്ടത്? ഗലീല പ്രദേശത്തിൻ്റെ ആൾക്കാർ അങ്ങോട്ടില്ലയോ വരേണ്ടത്? പക്ഷെ ദൈവത്തിൻ്റെ ആ പദ്ധതി ഒന്ന് നോക്കിക്കേ, ദൈവത്തിൻ്റെ മനസ്സൊന്ന് നോക്കിക്കേ. ശുശ്രൂഷിക്കുന്നത് ഗലീലയിൽ. അവിടെ കർത്താവായ യേശുവിൻ്റെ സമയത്ത് നമ്മൾ അന്നേരത്തെ അന്തരീക്ഷം നോക്കിയാൽ റോമ അവർ അടിമത്വത്തിലാ. പ്ലസ് അത് മാത്രമല്ല, ജാതികളും അവിടെ വസിക്കുന്നുണ്ട്. സമറിയ, ഗലീല. അതുകൊണ്ടാ തെക്കിലുള്ള യഹൂദ ജനം അവർക്ക് അത്രയും പ്രീതിയില്ല. അതുകൊണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ ചില വാക്യങ്ങൾ വായിച്ചത്, മസിയാവ് ഗലീല എന്ന് വരുമോ? കാരണം ആ രീതിയിലാണ് യഹൂദയിലുള്ള ജനം ഗലീലയുടെ പ്രദേശത്തെ നോക്കുന്നത്. പക്ഷേ ഗലീലയിൽ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വെളിച്ചം, അവിടെ എഴുതിയേക്കുന്ന ഇരുട്ടിൽ നടന്നവർ അവരെന്തോ കണ്ടു? വലിയ ഒരു വെളിച്ചം കണ്ടു. ക്രിസ്തു വെളിച്ചം ആകുന്നു. നമുക്കറിയാം, സാധാരണ വെളിച്ചമല്ല, വലിയൊരു വെളിച്ചം. ആ ജാതികളുടെ ഇടയ്ക്ക്, അവിടെ ഉള്ള ഇസ്രായേലികളുടെ ഇടയ്ക്ക് ക്രിസ്തു ശുശ്രൂഷിക്കുക, തൻ്റെ വരാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം ആ ജനത്തെ അറിയിക്കുക. അതിൽ നിന്നറിയാം ദൈവം യഹൂദരെയും ജാതികളെയും ഒരുപോലെ സ്നേഹിക്കുന്നത്. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ പ്രദേശത്തെ നമ്മൾ നോക്കിയാൽ അവരുടെ പശ്ചാത്തലം എന്തുവായിരുന്നു? അടിമത്വത്തിൽ കിടന്നവരാ, നിരാശയിൽ കിടന്നവരാ, പ്രത്യാശയില്ലാത്തവരായിരുന്നു. അവർ ദൈവത്തിൻ്റെ പ്രമാണം വിട്ടുപോയോണ്ടില്ലയോ അതെല്ലാം സംഭവിച്ചത്. എന്നാലും ദൈവം ഇസ്രായേലിനെ കൈവിടത്തില്ല. അവർ ദൈവത്തെ വിട്ടുപോയെങ്കിലും ദൈവം അവരെ ഒരിക്കലും കൈവിടുന്നില്ല. എന്താ? അവർ പ്രിയപ്പെട്ടവരായതുകൊണ്ടല്ല, ദൈവം ഒരു പദ്ധതി വെച്ച അവരെ തിരഞ്ഞെടുത്തത്. നീ ക്രിസ്തു അവിടെ ശുശ്രൂഷിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താ? ഇരുട്ടിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മറച്ചു വയ്ക്കാം, നമുക്ക് കാണത്തില്ല, കാരണം ഇരുട്ടാ. പക്ഷെ വെളിച്ചം വരുമ്പോൾ എല്ലാം സ്പഷ്ടമായി നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കണം, ഒരു സമയം നമ്മളും ഇരുട്ടിൽ കിടന്നവരാ. ഈ പ്രവചനത്തിൻ്റെ ആത്മീയ ആ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഇസ്രായേൽ ജനത്തോടും യഹൂദ ജനത്തോടും മാത്രമല്ല, നമ്മളോടും ദൈവം സംസാരിക്കുക. ഇരുട്ട് പറയുമ്പോൾ പ്രത്യാശയില്ലാത്ത ഒരു സമയം, ഭീതിയുടെ സമയം, നമ്മൾ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. വെളിച്ചമില്ലായിരുന്നു. നമ്മൾ എങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കുമെന്ന് നമുക്ക്
ഭാരമായിരുന്നു. പക്ഷെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നപ്പം അനുഭവിച്ച ആ സമാധാനം, ഞാനിത് പറയുമ്പോൾ ഈ നിമിഷം പ്രയാഗ്രാജിൽ നടക്കുന്ന സംഭവം നമുക്കറിയാമല്ലോ. ഈ ഭൂമിയിൽ ഏറ്റവും അധികം ജനം ഒന്നിച്ചു വരുന്ന സ്ഥലമാണ് ആ മഹാകുംഭ്. 48 കോടിയാ UP ഗവൺമെന്റ് പറയുന്നത്. അമേരിക്കയിൽ നിന്നും ലോകത്തിൽ നിന്നും വെള്ളക്കാരും വന്ന് മുങ്ങുന്നുണ്ട്. ആ ദൃശ്യമൊന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ, അല്ലെ ന്യൂസ് പേപ്പർ, അല്ലെ വീഡിയോയിൽ നോക്കിയാൽ, TV ചാനൽസിൽ കാണാമല്ലോ. അതിൽ അറിയപ്പെടുന്ന ഒരു ഗുരു പറഞ്ഞത്, ഞങ്ങൾ സ്വർഗത്തിൽ പോകാനല്ല, നമ്മളെ കളിയാക്കിക്കൊണ്ടാ പറയുന്നേ, ഞങ്ങളുടെ ലക്ഷ്യം സ്വർഗമല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. അഥവാ അറിയാതെ തന്നെ യാഥാർത്ഥ്യം അങ്ങ് പറയുക. അദ്ദേഹത്തിന് പിടിയില്ല പുള്ളിക്കാരൻ പറയുന്നത് എന്താ, വി വോണ്ട് ഫ്രീഡം. അതിൻ്റെ അർത്ഥം അവർ അടിമത്വത്തിലായതുകൊണ്ടല്ലയോ. എത്ര ക്രമീകരണം അവിടെ ചെയ്തിട്ടുണ്ട്, എത്ര ഭക്തിയോടെ ആൾക്കാർ അവിടെ പോകുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ വരെ വന്നിട്ടുണ്ട് മുങ്ങാൻ. അവർ രക്ഷയുടെ ആ സമാധാനം അനുഭവിക്കാൻ അവർ ചെയ്യുന്നെങ്കിലും അവർക്കത് കിട്ടുന്നില്ലല്ലോ. ഒരു പ്രാവശ്യം മുങ്ങി, ഇനി അടുത്തതില്ല. നമ്മളും ഇരുട്ടിക്കിടന്നവരാ. കൃപയാൽ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിച്ചപ്പം അനുഭവിച്ച ആ സന്തോഷം നമ്മൾ ഇന്നും അത് അനുഭവിക്കുന്നുണ്ടോ, അതോ പിന്നെയും ആ ഇരുട്ടിൻ്റെ അനുഭവമാണ്? ഗലീലയുടെ പ്രദേശത്തിൽ ഇവിടെ എഴുതിയേക്കുന്ന അതിൻ്റെ 2-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ചേ. ഇരുട്ടിൽ നടന്നവർ, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഇംഗ്ലീഷിലാണെങ്കിൽ they that dwell in the land of the shadow of death. അങ്ങനത്തെ അന്തരീക്ഷത്തിൽ നടന്നവരുടെ ഇടയ്ക്ക്, മരണ താഴ്വരയിൽ നടക്കുന്നവരുടെ ഇടയ്ക്ക് വലിയൊരു വെളിച്ചം. അതിനെ നമുക്ക് എങ്ങനെ വിവരിക്കുവാൻ കഴിയുന്നേ? കർത്താവായ യേശു ആ മല മേളിലിരുന്നുകൊണ്ട് ജനത്തോട് തൻ്റെ സ്വർഗീയ രാജ്യത്തിൻ്റെ ഗിരിപ്രഭാഷണം കൊടുക്കുന്ന ആ ദൃശ്യം. ഇരിക്കുന്നവൻ ആര്? തച്ചനാണോ? മറിയയും യോസഫിൻ്റെ മകനാണോ? ഒരു റബിയാണോ? ഒരു പുരോഹിതനാണോ? ആരാ അവിടെ ഇരിക്കുന്നത്? ഇരുട്ടിൽ കിടന്നവർ വന്ന് ഇവരുടെ മധ്യത്തിൽ ഇരിക്കുന്ന മുമ്പേ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം 700 വർഷം മുമ്പേ അവിടെ താമസിച്ചവരോട് പ്രവചിച്ചതാ. അടിമത്വത്തിൽ പോയി, മടക്കിക്കൊണ്ടുവന്നു. ഇനിയിപ്പം അവരുടെ മധ്യത്തിൽ ഇരുന്ന് തൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുക. ആഹാസ്, യെശയ്യാവ് നോക്കുമ്പോൾ തൻ്റെ മുമ്പേ നിൽക്കുന്നത് രാജാവ് ആഹാസ്. പക്ഷേ യെശയ്യാവ് ആഹാസിനെ മാത്രമല്ല നോക്കുന്നേ, ആഹാസിൻ്റെ പിന്നാലെ 700 വർഷം കഴിയുമ്പോൾ ഒരു വലിയ പ്രകാശം ആ പ്രദേശത്തിൽ വെളിപ്പെടും. പ്രകാശം പറഞ്ഞാൽ ഒരു മെഴുകുതിരി അല്ല, നമ്മൾ കത്തിക്കുന്ന ഒരു വിളക്കല്ല. സൂര്യന് പ്രകാശം കൊടുത്തവൻ സ്വയമേ മനുഷ്യൻ്റെ മധ്യത്തിൽ വന്നേക്കുക. അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ ഐസയ ചാപ്റ്റർ 9 വേഴ്സ് 3. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അതിന്റെ താഴെ അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ അത് മുമ്പേ വായിച്ചല്ലോ. ക്രിസ്തു അവരുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ എത്ര ജനമാ ക്രിസ്തുവിന്റെ പിന്നാലെ നടന്നത്. രോഗികളെ സൗഖ്യമാക്കി. അന്നേരം ആ ജനത്തിന്റെ സന്തോഷം, സ്ത്രീകളും പുരുഷന്മാരും മക്കളും എല്ലാം വലിയ കൂട്ടം അങ്ങ് നടക്കുക. എന്താ നിങ്ങൾ ഈ തച്ചന്റെ പുറകെ ഇത്ര സന്തോഷത്തോടെ നടക്കുന്നത്? കണ്ടില്ലയോ അത്ഭുതങ്ങൾ കാണുന്നത്? സംസാരിക്കുന്ന രീതി ശ്രദ്ധിച്ചോ?
ഞങ്ങളുടെ സുനഗോഗയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇത്ര അധികാരത്തോടെ എങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത്? അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവനെക്കുറിച്ചാ യെശയ്യാവ് പ്രവചിച്ചത്. ഒരു വാക്യം കൂടെ എടുക്കാം. യെശയ്യാവ് 11:1-5 വരെ. Isaiah 11:1-5. യെശയ്യാവ് 11:1-5 വരെ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. സോ ഇവിടെ വരാൻ പോന്ന ആ വെളിച്ചത്തിന്റെ ക്യാരക്ടറാ പറയുന്നത്. ക്രിസ്തു വന്നു, ജനത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവനെ മനസ്സിലാക്കേണ്ട പോലെ ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്ദേശം ജനത്തോട് ദൈവം അറിയിക്കുമ്പോൾ ഇനിയും സംഭവിക്കാൻ പോകുന്ന ആ ഇരുട്ടിൻ്റെ സംഭവം, പക്ഷെ ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടിട്ടില്ല. ഇനി അടുത്തത് അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5 വായിച്ചേ. വേഴ്സ് 5. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായി തീരും. സോ ഇനിയും അടുത്ത നമ്മൾ ശ്രദ്ധയോട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ മുമ്പേ ആഹാസ് നിപ്പുണ്ട്. നീ ആഹാസിൻ്റെ പുറയിൽ ശ്രദ്ധിക്കുമ്പോൾ, ഒരു പ്രവാചകൻ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവുമുണ്ട്. അവിടെ മാത്രം നിൽക്കുന്നില്ല. ഈ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഇത് ആദ്യത്തെ വരവിനെ കുറിച്ച് മാത്രമല്ല, 2ാമത്തെ വരവിനെ കുറിച്ചും വെളിപ്പെടുത്തുക. ഒന്ന് നിന്ന് ആ ദൃശ്യം ഒന്ന് ശ്രദ്ധിച്ചേ. പ്രവാചകൻ പ്രവചിക്കുക. മുമ്പേ ആഹാസുണ്ട്. ഇസ്രായേൽ അടിമത്വത്തിൽ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അടിമത്വത്തിൽ പോകും. അത് കഴിഞ്ഞ് വെറിയോൽ വെളിച്ചം വരും, ശുശ്രൂഷിക്കും. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ വരവുമുണ്ട്. ഈ വാക്യങ്ങൾ ആ 2ാമത്തെ വരവിനെ കുറിച്ചാ. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഒലിവ് മലയിൽ തൻ്റെ ഭക്തന്മാരുടെ കൂടെ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. നമ്മൾ ഇന്നായിരിക്കുന്ന 2024 ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന സഭയുടെ എടുക്കപ്പെടല. അത് കഴിഞ്ഞിട്ടാ 2ാമത്തെ വരവ്. ഇന്ന് ലോകം സമാധാനത്തിനു വേണ്ടി എത്ര കൊതിക്കുന്നുണ്ടെന്നേ, എത്ര കൊതിക്കുന്നു. ഇന്ന് 19-ാം തീയതി ഒക്ടോബർ 7, 2023 ഓർമ്മയുണ്ട് ആ ദിവസം ഇസ്രായേലിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ആക്രമണം. അത് കഴിഞ്ഞിട്ട് അവിടെ നടന്ന നാശം. ഇന്ന് അവർ സീസ് ഫയർ വലിയ സന്തോഷത്തോടെ അമ്മാസും മറ്റോരും സന്തോഷിക്കുക. ഇന്ന് തൊട്ട് ആ സീസ് ഫയർ. ഇസ്രായേൽ അതിന് ഒരുങ്ങുന്നില്ലായിരുന്നു. ഇന്നും ഈ സീസ് ഫയർ ചെയ്യുന്ന നിലനിൽക്കുമോ നമ്മൾ അറിയുന്നില്ല. നിങ്ങൾക്ക് ടി വിയിൽ ആ ദൃശ്യങ്ങൾ കാണാം. ഹമാസിൻ്റെ ആ പ്രദേശം, അവിടെ ജനം സന്തോഷിക്കുക. എന്താ, ഞങ്ങൾക്ക് ഇനിയും വീടുകളിൽ പോകാമല്ലോ. വീട് പറയുമ്പോൾ വീടില്ല, അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തൊന്ന് പോകാമല്ലോ. ലോകം സമാധാനത്തിനു വേണ്ടി കൊതിക്കുന്നു. നാളെ ട്രംപ് അമേരിക്കൻ പ്രസിഡൻസി എടുക്കുക. ബൈഡന്റെ മനസ്സിൽ പോകുന്ന ആ ചിന്തകളൊന്ന് ശ്രദ്ധിച്ചേ. താൻ 2019
തോൽപ്പിച്ച് ആ വ്യക്തി തന്നെയാ ഇന്ന് മടങ്ങി വരുന്നത്. അന്നേരം ട്രംപ് പറഞ്ഞതാ, ഞാൻ തോറ്റിട്ടില്ല, പക്ഷെ മടങ്ങി വന്നു. പുള്ളിക്കാൻ പറയുന്നത്, ഞാൻ കാരണമാ ഹമാസിന്റെ സമാധാനത്തിന്റെ വിഷയം വന്നത്. ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കിയാൽ 114 സ്ഥലങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, യുദ്ധത്തിൻ്റെ അന്തരീക്ഷമായിരിക്കുക. ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പം വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഇസ്രായേലും നോർത്ത് ആഫ്രിക്കയുടെ ആ പ്രദേശം നോക്കിയാൽ അവിടെ ഈ നിമിഷം 45 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 45. ആഫ്രിക്കയിലാണെങ്കിൽ 35 സ്ഥലങ്ങളിൽ, ഏഷ്യയിലാണെങ്കിൽ 21, യൂറോപ്പിൽ 7. ഏഷ്യയിൽ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കണ്ടിട്ടുണ്ടോ? അമൃത്സറിൻ്റെ അടുത്ത് അട്ടാരി പറഞ്ഞ അവിടെ ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിംഗ് നടക്കുന്നത്. അവിടെ പരേഡ് നടക്കും മിക്കവാറും എല്ലാ ദിവസവും, കൊടി താഴെ ഇറക്കുന്ന ആ സമയം. അന്നേരം അവിടുത്തെ ദൃശ്യം കാണുന്ന 2 പട്ടാളത്തിൻ്റെ ആക്രോശം. അവർ ആ മാർച്ച് പാസ് ചെയ്യുന്നത്, തമ്മിൽ നോക്കുന്നത്, അതാ ഇന്ത്യ പാകിസ്ഥാൻ. അപ്പുറത്ത് ചൈന ഇന്ത്യ, ആ ബോർഡർ. നമ്മുടെ എത്ര സ്ഥലം അവർ പിടിച്ചെടുത്തു. പാകിസ്ഥാനുമായി 3 യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞല്ലോ. ലേറ്റസ്റ്റ് ആയിരുന്നു കാർഗിൽ. ചൈനയുമായി ഒരു യുദ്ധം ഇന്ത്യയുടെ കഴിഞ്ഞു. ഇനി ബാംഗ്ലാദേശുമായി ഇന്ത്യയുടെ ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസം. ബാംഗ്ലാദേശ്, ആര് ചിന്തിച്ചു എന്നേ ഇന്ത്യയും ബാംഗ്ലാദേശ് തമ്മിൽ പ്രശ്നമുണ്ടാവുന്നേ? ഇന്ത്യ കാരണമില്ലയോ ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്ന് ബാംഗ്ലാദേശായി തീർന്നത്. അപ്പുറത്ത് മയന്മാർ, ബർമ്മ, അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഫിലിപ്പീൻസ്, സൗത്ത് ഫിലിപ്പീൻസിൽ പോയാൽ ടെററിസ്റ്റും ഗവൺമെൻറ് തമ്മിലുള്ള പ്രശ്നം. ചൈന തൈവാൻ എപ്പോഴാണ് അടുത്ത യുദ്ധം ഉണ്ടാകുന്നത് നമ്മൾ അറിയുന്നില്ല. സോ ഏഷ്യയിൽ തന്നെ 21 സ്ഥലങ്ങളുണ്ട്. യൂറോപ്പിൽ നമുക്ക് നല്ലപോലെ അറിയാവുന്ന റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധം, 7 യുദ്ധ അന്തരീക്ഷങ്ങൾ അവിടെ ഉണ്ട്. അതുകൂടാതെ ലാറ്റിൻ അമേരിക്കയിൽ 6 സ്ഥലങ്ങളിൽ. ഇത്രയും ഇതാ ലോകത്തിൻ്റെ സംഭവം ഇന്ന് 2025. സമാധാനം എവിടെ? ചരിത്രം പറയുന്നത് ആദ്യത്തെ വിശ്വയുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ, അത് നിന്നത് 11th November 1918. ആ യുദ്ധം നിന്നപ്പം, ആ സീസ് ഫയർ വന്നപ്പം 11ാമത്തെ മാസത്തിൻ്റെ 11ാമത്തെ ദിവസത്തിൻ്റെ 11ാമത്തെ മണിക്കൂറിൽ ഒരു സൈലൻസ് അവർ വെച്ചു. എ മോമെന്റ് ഓഫ് സൈലൻസ്. 11th month, 11th day, 11th hour. എ മോമെന്റ് ഓഫ് സൈലൻസ്. എന്താ? അന്നത്തെ ചിന്തയായിരുന്നു, ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാകത്തില്ല. അതായിരുന്നു അന്നത്തെ ചിന്ത. ഇനി യുദ്ധങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം എത്ര ജനമാ ആദ്യത്തെ വേൾഡ് വാറിൽ മരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ലയോ 1939 തൊട്ട് 1949 വരെ, 45 വരെ സെക്കൻഡ് വേൾഡ് വാർ. അതിലല്ലയോ അമേരിക്ക ആറ്റം ബോംബിട്ട് ആ യുദ്ധത്തിനൊരു എൻഡ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ലോകത്തിൽ എത്ര യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെന്നേ. ഇപ്പോഴും തേർഡ് വേൾഡ് വാർ എപ്പോഴാണ് തുടങ്ങുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. സോ ഇങ്ങനത്തെ അന്തരീക്ഷം ലോകം മുഴുവൻ ഉണ്ടായിരിക്കുമ്പോൾ സമാധാനം എങ്ങനെ വരുന്നേ? ഇപ്പോൾ അന്തിക്രിസ്തു സഭ എടുക്കപ്പെടുമ്പോഴല്ലയോ അന്തിക്രിസ്തു, എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്. അദ്ദേഹം വെളിപ്പെടുമ്പോൾ അജണ്ട എന്താ? സമാധാനം, സമാധാനം, സമാധാനം. പക്ഷെ ആ സമാധാനം എത്ര നാൾ നിൽക്കുന്നേ? ഈ ഭൂമി സമാധാനം അനുഭവിക്കണമെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭു വന്നാൽ മാത്രമേ സമാധാനം അനുഭവിക്കത്തുള്ളൂ. നിങ്ങളുടെ മുമ്പേ ഒരു ചിത്രം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച് യെശയ്യാ 2ാമത്തെ അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യത്തിൻ്റെ ബേസിസില ഈ ഒരു സ്റ്റാച്യു യുണൈറ്റഡ് നേഷൻസിൻ്റെ മുമ്പേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
ആ സ്റ്റാച്യൂയുടെ, ആ ബിംബത്തിൻ്റെ ആധാരം യെശയ്യാ പ്രവാചകന്റെ പ്രവചനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ്. വായിച്ചാട്ട്. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. സോ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ മാത്രം, 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് മാത്രമേ ഈ ഭൂമി സമാധാനം അനുഭവിക്കത്തുള്ളൂ. ഇനി അടുത്തത് യെശയ്യാ 9-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വാക്യമാണ്. നമുക്കത് വായിക്കാം. യെശയ്യാ 9-6 വാക്യം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സോ ഇവിടെ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ പറയുന്നത്, ഫോർ അൺടു us a child is born, unto us a son is given. മലയാളത്തിൽ വായിച്ച എത്ര ഭാഗം? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒന്ന് നിന്നേ, യെശയ്യാവേ, ഇതേ ശിശുവിനെ കുറിച്ചാ. ഒരു മകൻ ജനിച്ചോ? ഇത് ആഹാസിന്റെ മകനെ കുറിച്ചാണോ? ഇത് ഏത് ശിശുവിനെ കുറിച്ചാ? ശിശു ജനിച്ചോ? പ്രവാചകൻ എങ്ങോട്ട് നോക്കിയാ പറയുന്നേ? 700 വർഷം ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ പ്രവചിക്കുമ്പോൾ അത് ഭൂതകാലമായിട്ടാ പ്രവചിക്കുന്നത്. ജനിച്ചു, ഉറപ്പ്. അതാ ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് എന്താ ഉറപ്പില്ലാത്തത്? നമ്മുടെ ദൈവത്തിന് ഉറപ്പുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാൻ ഞാൻ പറയുമ്പോൾ, നമുക്കൊരു ശിശു ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് ഇനി 700 വർഷം കിടക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ പറയുമ്പോൾ ജനിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ശിശു പറയുമ്പോൾ, ആദാമും ഹവ്വയുടെ സന്തതികളിൽ ഒരുവനാണോ? ബെത്ലഹേമിന്റെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ ശിശു. നമുക്കൊരു ശിശു ജനിച്ചു എന്നാ പറയുന്നത്, കിട്ടിയെന്നല്ല പറയുന്നത്. ജനിച്ചു. സർവശക്തനായ ദൈവം മനുഷ്യന്റെ വേഷത്തിൽ, മനുഷ്യന്റെ മധ്യത്തിൽ വന്ന ആ നിമിഷം, ആ ആടുകളെ മേയ്ക്കുന്ന ആ ഇടയന്മാരെ ഒന്ന് നോക്കിയേ. അവർ തണുപ്പിൽ ആ തീൻ്റെ അടുത്ത് ഇരിക്കുകയില്ലയോ? ചൂട്, കാരണം തണുപ്പാ. അന്നേരം ഇല്ലയോ ദൂതന്മാരുടെ ഒരു സംഘം വന്ന് പാട്ട് പാടുന്നത്? ആ നിമിഷം ഒന്ന് നോക്കിയേ. ഈ ഇടയന്മാർ അവിടെ ഇരുന്ന് ആ തീൻ്റെ ചുറ്റും ഇരുന്ന് സംസാരിക്കുകയായിരിക്കും. അന്നേരം ഇല്ലയോ ഉടനെ തന്നെ ദൂതന്മാരുടെ ഒരു കൂട്ടം വന്ന് പാട്ട് പാടുന്നത്. ആ പാട്ട് എങ്ങനെയായിരിക്കും? എന്തിനാ പാട്ട് പാടുന്നേ? വലിയൊരു വെളിച്ചം ഇനി വെളിപ്പെടുന്നു. മനുഷ്യന് വേണ്ടി സുവാർത്തയാ. ഏത് പ്രദേശത്താ? ഗലീലയുടെ പ്രദേശത്തിൽ, യെരുശലേമിന്റെ അടുത്തല്ല. ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരുടെ അടുത്തല്ല ഒരു അരുളപ്പാട് വന്നത്. ഇടയന്മാരുടെ ഇടയ്ക്ക്, സാധാരണ മനുഷ്യരുടെ ഇടയ്ക്ക്. ആ ദൃശ്യമൊന്ന് നോക്കിയേ. നമുക്ക് ഒരു ശിശു ജനിച്ചു, മനുഷ്യന്റെ വേഷമെടുത്തു. യേശു ക്രിസ്തു ആര്? മറിയമും യോസെഫിന്റെ സന്തതി അല്ല.
ഒരു തച്ചനല്ല, ഒരു ദൂതനല്ല, ഒരു പ്രവാചകനല്ല, കുറെ ജ്ഞാനം പഠിച്ചിട്ട് മറ്റവരോട് ജ്ഞാനം പറയുന്നവനല്ല. ഇന്ന് ഗുരുക്കന്മാരുണ്ടല്ലോ, ഇതിന്റെ മുമ്പേ എത്ര പേർ വന്നിട്ടുണ്ട്. അവർ ഇന്ന് എവിടെ പോയല്ലോ? നമ്മൾ അവർക്ക് ഒത്തിരി സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്, മാനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് അവരിൽ ഒത്തിരി പേരെ സെയിൻറ്റ്സായി ചിലർ ആരാധിക്കുന്നതുമുണ്ട്. പക്ഷേ അവർ പോയല്ലോ. അവരിൽ ഒന്നാണോ ഈ ശിശു? മനുഷ്യരിൽ ഒരുവനാണോ? സർവശക്തനില്ലയോ മനുഷ്യന്റെ വേഷം ധരിച്ചത്? ഇനി അടുത്തത് പറയുന്നേ, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടു, മകൻ നൽകപ്പെട്ടു. ഈ രണ്ട് വാക്യം. ശിശു ജനിച്ചു, മകൻ നൽകപ്പെട്ടു. ഈ യോഗം കഴിയുമ്പോൾ തന്നെ ഇരുന്ന് ആ വചനത്തെ ഒന്ന് ധ്യാനിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് എത്ര ആഴങ്ങൾ വെളിപ്പെടുത്തി തരുന്നേ. വാക്കുകളിൽ അതിനെ വിവരിക്കുവാൻ കഴിയത്തില്ലെന്നേ. ഒരു മകൻ നൽകപ്പെട്ടു. ഇത് മകനാണോ? ദൈവം തന്നെയില്ലയോ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? കൃപയാൽ, കൃപയാൽ. അടുത്തത്, അതിന്റെ അടുത്തത് എഴുതിയേക്കുന്നത്, ആൻഡ് ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡേഴ്സ്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിന്മേൽ ഇരിക്കും. നാളെ ട്രംപ് ഇനോഗ്രേഷന്റെ സമയത്ത് ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ നിന്ന് ഊത്തെടുക്കും. അതുപോലായിരിക്കുമോ കർത്താവ് യേശുവും ഒരു ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യുന്നത്? ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതിന്റെ അർത്ഥം ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. അവന്റെ ഉത്തരവാദിത്വത്തില എല്ലാം. ആ ദൃശ്യം ഇനി ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, രഹസ്യവരവ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരവിൽ ക്രിസ്തു തന്നെ ഈ ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ആ ദൃശ്യം എന്തുമായിരിക്കും? എതിർ ക്രിസ്തു ഇല്ല അന്നേരം ഈ ഭൂമിയിൽ വാഴുന്നത്. എതിർ ക്രിസ്തു, സാത്താനും അവൻ്റെ പ്രവാചകനും. ഈ ത്രിത്വം ഇവിടെ വാഴുമ്പോൾ, ത്രിത്വം പറയുമ്പോൾ ത്രിത്വമല്ല, എതിർ ക്രിസ്തു, സാത്താനും പ്രവാചകനും അവരിവിടെ വാഴുമ്പോഴില്ലയോ ഒലിമലയിൽ കർത്താവായ യേശു തൻ്റെ വിശുദ്ധന്മാരുടെ കൂടെ ഈ ഭൂമിയിൽ ഇറങ്ങുന്നത്. ഇനി ഗലീലയിൽ പ്രസംഗിക്കുവാനല്ല, രോഗികളെ സൗഖ്യമാക്കുവാനല്ല, ഇനി പിന്നെ മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിക്കുവാനല്ല. ആധിപത്യം തോളേലുണ്ട്. വാഴുവാൻ ഇറങ്ങി വന്നേക്കുക. മനുഷ്യൻ വാണുകൊണ്ടിരുന്ന ഈ ഭൂമിയെ വാഴുവാൻ സ്വർഗം ഇറങ്ങി വരുന്ന ആ ദൃശ്യം. അതിന്റെ താഴെ എഴുതിയേക്കുന്നേ, അവന്റെ പേരെന്താ? അവന് അത്ഭുത മന്ത്രി, അത്ഭുത മന്ത്രി, വീരനാം ദൈവം. മലയാളത്തിൽ ആ വാക്കുകൾ ഒന്നിച്ചെഴുതിയേക്ക. ഇംഗ്ലീഷിലും ബാക്കി ട്രാൻസ്ലേഷൻസിൽ നോക്കിയാൽ അത്ഭുതം വേറെ, മന്ത്രി വേറെ. മലയാളത്തിൽ ഒന്നിച്ചെഴുതിയേക്ക. ഇംഗ്ലീഷിലാണെങ്കിൽ വണ്ടർഫുൾ, അത് കഴിഞ്ഞിട്ടാ കൗൺസിലർ. രണ്ടും രണ്ടാ. അത്ഭുതം പറയുമ്പോൾ ഇതിനെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ, അത്ഭുതം പറയുമ്പോൾ, വണ്ടർഫുൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് വാക്കുകൾ മുഖാന്തരം വിവരിക്കാൻ കഴിയത്തില്ല. അവൻ അത്ഭുതമാ. അത് നമുക്ക് എങ്ങനെ വിവരിക്കാൻ കഴിയും? അതിനൊരു എക്സാമ്പിൾ. ഒരു കർത്താവിൻ്റെ ദാസൻ ട്രെയിനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ ബെർത്തിൻ്റെ അടുത്ത് ഒരു വ്യക്തി അവിടെ ഇരുന്ന് വെളി നോക്കിക്കൊണ്ടിരിക്കുക. വെളിയിൽ മലകളും താഴ്വരകൾ, അവിടുത്തെ സീനറി നോക്കി അദ്ദേഹം തന്നെ താനോട് പറയുക, അത്ഭുതം, അത്ഭുതം, അത്ഭുതം. അതിൻ്റെ ഇടയ്ക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നുണ്ട്, അത് തുടയ്ക്കുന്നുണ്ട്. പിന്നെയും വെളി നോക്കി പറയാ, അത്ഭുതം, അത്ഭുതം. അന്നേരം ഈ പ്രാസംഗ്യൻ
ഇത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ചെന്നിട്ട് പറയുന്നത്, എന്താ താൻ ഇങ്ങനെ എപ്പോഴും അത്ഭുതം അത്ഭുതം പറയുന്നത്? നോക്കിയപ്പോൾ കണ്ണിൽ കണ്ണുനീരുണ്ട്. അന്നേരം താൻ പറയുന്നത്, സാറേ എനിക്ക് കണ്ണ് കാഴ്ചയില്ലായിരുന്നു, ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, എനിക്ക് കാഴ്ച മടങ്ങിക്കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്ഭുതം, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരിക്കലും ഇത് കാണുമെന്ന് എനിക്ക് ആശയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതം പറയുന്നത്. പിന്നെയും തിരിഞ്ഞു നോക്കി അത്ഭുതം പറയുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം, നമുക്കൊരു നാമം കിട്ടിയിട്ടുണ്ട്. ആ നാമം എത്ര അത്ഭുതമാ! ആ നാമമില്ലയോ? യേശുവിൻ്റെ നാമം, അത്ഭുത നാമം. നമ്മൾ പാട്ട് പാടാറില്ലയോ? ആ നാമത്തിൻ്റെ അത്ഭുതം നമുക്ക് മനസ്സിലാക്കുവാൻ, നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ആ നാമത്തിൻ്റെ അത്ഭുതം. ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിൽ വരുന്ന ഒരു വ്യക്തിയോട് വേണം ചോദിക്കുവാൻ, ആ നാമത്തിൻ്റെ അത്ഭുതം എത്ര! വർണ്ണിക്കാൻ വാക്കുകളില്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവർ നമ്മൾ ആ നാമം എപ്പോഴും കേട്ടോണ്ട് നമുക്ക് അതിൻ്റെ അത്ഭുതം നമുക്ക് ചിലപ്പം മനസ്സിലാകത്തില്ല. പക്ഷെ ബിംബങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കണ്ണ് തുറക്കുമ്പോൾ ആ നാമം വീടും വണ്ടിയും ജോലിയും അല്ല വിഷയം, അതെല്ലാം കളഞ്ഞിട്ടാണ് വരുന്നത്. ഭൗതിക നന്മ കിട്ടാൻ വേണ്ടി അല്ല. ഇന്ന് എത്ര പേര് ലോകത്തിൻ്റെ സുഖങ്ങളെ ദൂരെ കളഞ്ഞിട്ടില്ലയോ ഈ നാമത്തിൻ്റെ പുറകെ വരുന്നത്? വേറെ ഒരു ഭാഗത്തിൽ ആൾക്കാർ ഈ നാമം എടുക്കുന്ന എങ്ങനെയെങ്കിലും ഭൗതിക സുഖം കിട്ടാനാ. നമുക്കൊരു നാമം കിട്ടിയിട്ടുണ്ട്. എത്ര അത്ഭുതമായ ഒരു നാമമാണ്! അതിനെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങിയാൽ എത്ര സമയമെടുക്കും. That name is so wonderful, the name of Jesus. നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കൊരു നാമം, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മേലിൽ ഏറ്റവും അധികാരമുള്ള നാമമില്ലയോ നമുക്ക് ദൈവം തന്നത്? അടുത്തത് എന്തുവാ? ആ നാമം കഴിഞ്ഞ അത്ഭുതം കഴിഞ്ഞാൽ മന്ത്രി പറഞ്ഞ കൗൺസിലർ. അതിനെ എങ്ങനെയാ വിവരിക്കുന്നേ? കൗൺസിലർ പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടോ? എൻ്റെ അഡ്വക്കേറ്റ്, എൻ്റെ മന്ത്രി, എൻ്റെ കൗൺസിലർ എനിക്ക് എല്ലാ കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ. നമുക്ക് ഈ ലോകത്തിൽ നമ്മളുള്ളപ്പം എത്ര പേരാ നമ്മളോട് എത്ര കാര്യങ്ങൾ പറയുന്നത്? അവരുടെ ഫ്രീ അഡ്വൈസ് തരുന്നേ. ഇപ്പം മെമിയുടെ വിഷയം ഞങ്ങൾ ചിലരോട് പറഞ്ഞപ്പോൾ അവരുടെ അഡ്വൈസ് ഒക്കെ തരുന്നുണ്ട്. നല്ല കാര്യം, യെസ്. പക്ഷെ നിങ്ങൾ തരുന്ന മനുഷ്യൻ തരുന്ന അഡ്വൈസ് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ എടുക്കാൻ കഴിയുമോ? കാരണം ഈ അഡ്വൈസ് തരുന്നവർ അവരുടെ അഡ്വൈസിൻ്റെ ഉത്തരവാദിത്വം എടുക്കത്തില്ല. അവർ അഡ്വൈസ് തരും. നമുക്കൊരു മന്ത്രിയുണ്ട്. നമ്മുടെ ഏത് പ്രയാസമോ ബുദ്ധിമുട്ടോ ഏതായിരുന്നാലും ആ കർത്താവിൻ്റെ സന്നിധിയിലിരുന്നാൽ നമുക്ക് എല്ലാം പറഞ്ഞു തരുമോ? പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം മറ്റോരെ അറിയിക്കുന്നേ? എനിക്കൊരു പിതാവുള്ളപ്പം എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം ഞാൻ മറ്റോരെ അറിയിക്കണോ? അതോ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പിതാവിനോട് സംസാരിച്ചാൽ നമുക്ക് കാര്യം പറഞ്ഞു തരത്തില്ലയോ? അടുത്തത് മന്ത്രി കഴിഞ്ഞ് അടുത്ത വീരനായ ദൈവം പറയുമ്പോൾ നമുക്കെല്ലാം ഈ വചനം ഒത്തിരി പ്രാവശ്യം കേട്ടോണ്ട് ഞാൻ അതിനെ വിവരിക്കാൻ പോകുന്നില്ല. എൻ്റെ കൂടെ വസിക്കുന്നവൻ വീരനായ ദൈവമാ. തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നേ. ഉദാഹരണമായി ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഫറോൻ എന്തുവാ ചിന്തിച്ചത്? ഞാൻ ഇവരെ പിടിച്ചു,
ചെങ്കടൽ രണ്ടായി വിഭാഗിച്ച് തൻ്റെ ജനത്തെ അതിൻ്റെ അകത്തൂടെ കടത്തി. ഫറവോനെ അകത്ത് കൊണ്ടുവന്ന് മുക്കി തകർത്തില്ലയോ? ഒരു ഉദാഹരണം, അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ ആ ബലത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് അനുഭവമുണ്ട്. നിങ്ങൾക്കുണ്ടോ? എൻ്റെ കൂടെ വസിക്കുന്നവൻ അത്ഭുതൻ മാത്രമല്ല, മന്ത്രി മാത്രമല്ല, വീരനായ ദൈവമാ. അടുത്തത് നിത്യപിതാവ്. നിത്യപിതാവ് പറഞ്ഞാൽ, നിത്യ പറഞ്ഞാൽ എന്നേക്കുമുള്ളവൻ. ഇന്ന് ചില ഭവനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പിതാവ് ഇനി ഭൂമിയിലില്ല. അമ്മയുണ്ട്, പക്ഷെ പിതാവില്ല. എത്ര മക്കൾ പിതാവിൻ്റെ ആ സ്നേഹം അവരനുഭവിച്ചിട്ടില്ല. ചില ഭവനങ്ങളുണ്ട്, പിതാവ് ഭാര്യയും മക്കളെ എല്ലാം വിട്ടിട്ട് മറ്റൊരുത്തിയുടെ പുറകെ പോയേക്കുന്നത്. അങ്ങനത്തെയുമുണ്ട്. നമുക്കൊരു പിതാവുണ്ടല്ലോ, നിത്യനായ പിതാവ്. സ്വർഗസ്ഥനായ ദൈവത്തെ ദൈവവചനം അമ്മയായിട്ടല്ല വെളിപ്പെടുത്തുന്നത്, പിതാവായിട്ടാ. അതെന്താ അങ്ങനെ? ജാതികൾ അവരുടെ ദൈവത്തെ അമ്മയായിട്ട് വിളിക്കുമ്പോൾ നമുക്കെന്താ ദൈവവചനത്തിൽ ദൈവം പിതാവായിട്ട് വെളിപ്പെടുത്തിയേക്കുന്നത്? അമ്മയായിട്ടല്ല, പിതാവായിട്ടാ. എന്താ? നമുക്ക് സകലവും അവനാ. അമ്മയിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടും, പക്ഷെ പിതാവിൽ നിന്ന് സുരക്ഷിത്വം ഇല്ലയോ? സോ ദൈവം നമുക്ക് എല്ലാമാണോ? നമുക്ക് പൂർണ്ണ സുരക്ഷിത്വമുണ്ടോ? കരുതുമോ? സ്നേഹിക്കുമോ? നമ്മളെ കാക്കുമോ? നിത്യനായ പിതാവാ ആണോ? ആ പിതാവിൻ്റെ കരുതലും സ്നേഹമെല്ലാം അനുഭവിക്കുന്നുണ്ടോ? അതോ നമ്മൾ അനാഥരാണോ? എഴുതി തന്നിട്ടില്ലയോ, ലോകത്തിൻ്റെ അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. അടുത്തത് സമാധാനത്തിൻ്റെ പ്രഭു. ഈ കർത്താവ് വന്നാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനവും ഈ ലോകത്തിൽ സമാധാനം വരുത്തുള്ളൂ. സോ ഇത്രയും നാമങ്ങൾ എല്ലാം ഒതുങ്ങുന്ന ഒരു നാമം ഇല്ലയോ? യേശുവിൻ്റെ നാമം. ആ ഒരു നാമത്തിൽ ഇതെല്ലാം ഒതുങ്ങുന്നുണ്ട്. ആ നാമം എടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ആ നാമമില്ലയോ നമുക്ക് തന്നിരിക്കുന്നത്? ദുഷ്ടശക്തികൾ അലറി വരുമ്പോൾ ഈ നാമം എടുത്തുകൊണ്ടില്ലയോ നമ്മൾ പോകുന്നത്? യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ പറയുമ്പോൾ സാത്താനും അവൻ്റെ സൈന്യം മാറി നിൽക്കുന്നത് എന്താ? ആ നാമമാ, ഏറ്റവും അധികാരമുള്ള നാമം. ആ നാമം ദൈവം നമുക്ക് തന്നു. 7-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത, അതാ ക്ലോസിംഗ് ഭാഗം. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവായ യേശുവിൻ്റെ 2-ാം വരവിനെ കുറിച്ചാ. പക്ഷെ നമുക്ക് കിട്ടിയ, കൃപയാൽ കിട്ടിയ ആ അവസരം ക്രിസ്തുവിനെ അറിയുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകൾ തുറന്നല്ലോ. നമ്മൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? അതോ രഹസ്യവരവനാണോ? യേശുവിനെ അറിഞ്ഞവൻ അനുഭവിക്കുന്ന ആ സന്തോഷം, സമാധാനം, ആ പ്രത്യാശ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മളെ തന്നെ ശോധന ചെയ്തേ. ആ വെളിച്ചം യെശയ്യാ പ്രവചിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചാ. പക്ഷെ നമ്മൾ ഇന്ന് ജാതികൾ 2024 യെശയ്യാവ് എപ്പോഴാണ് പ്രവചിച്ചേ?
അന്നും ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പ്രവചിച്ച പോലെ തന്നെ ക്രിസ്തു വന്നോ? മനുഷ്യന് വേണ്ടി വില കൊടുത്തോ? സ്വർഗത്തിൽ എടുക്കപ്പെട്ടോ? ഇനി നമുക്ക് വേണ്ടി വേഗം വരാനുള്ള ആ സമയം അടുത്തോ? നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? യെശയ്യാവ് നമ്മളോടും സംസാരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. അവൻ അത്ഭുതമാണോ? മന്ത്രിയാണോ? വീരനായ ദൈവമാണോ? നിത്യപിതാവാണോ? സമാധാനത്തിൻ്റെ പ്രഭുവാണോ? ആണെങ്കിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതേ സമയത്ത് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ക്രിസ്ത്യ കുടുംബത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചത്. പിതാവ് ചിലപ്പം പാസ്റ്റർ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ക്രിസ്തുവുമായി ബന്ധമില്ലെങ്കിൽ, ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ, ആ ഇരുട്ടിൻ്റെ അനുഭവമാണെങ്കിൽ യേശു അല്ലാതെ ആ ഇരുട്ട് മാറുകയില്ല. ഹല്ലേലൂയ. ആ വെളിച്ചം പ്രകാശിച്ചാൽ മാത്രമേ ഇരുട്ട് മാറത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ആരാധിക്കാതിരിക്കുവാൻ കഴിയത്തില്ല ഒരു ദൈവ പൈതലിന്. എനിക്ക് ആ നാമം കിട്ടിയിട്ടുണ്ട്, അത്ഭുത നാമം. ലോകം സമാധാനത്തിനു വേണ്ടി കൊതിക്കുന്നു. യഹൂദന്മാർ ഷാലോം ഷാലോം പറഞ്ഞുകൊണ്ടാണ് യഹൂദൻ നടക്കുന്നത്. അവനെന്തിനാ ഷാലോം പറയുന്നത്? നീ അബ്രാമിന്റെ സന്തതിയല്ലയോടാ, നീ എന്തിനാ ഷാലോം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ കൊതിക്കുക. നിങ്ങൾ ഞങ്ങളെ കണ്ട് ഷാലോം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിന്റെ ആലയമായി തീർന്നല്ലോ. ഹല്ലേലൂയ. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് തന്നെ ഇരുന്ന് ഈ വചനത്തെ ധ്യാനിക്കുക. വചനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ആത്മാവിൽ ആരാധിക്കാൻ തുള്ളാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എനിക്കൊരു മന്ത്രിയുണ്ട്. എൻ്റെ കഷ്ടതയും ഭാരം പ്രയാസം എടുത്തുകൊണ്ട് ഞാൻ മറ്റവരുടെ മുമ്പേ പോയിട്ട് അതിനെ മറ്റവരുടെ മുമ്പേ വിളമ്പാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു പിതാവുണ്ട്. ഞാനും എൻ്റെ പിതാവ് തന്നെ സംസാരിച്ചോളാം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാ. നിത്യനായ പിതാവാ, വീരനായ ദൈവമാ. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവരായി നമുക്ക് തീരാം. പ്രത്യാശയോട് നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം. നമ്മുടെ കർത്താവ് വേഗം വരാനായി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ പുറത്ത് കൃപ കാണിച്ചതിനായി സ്തോത്രം. നിന്റെ കരുണയ്ക്കായി സ്തോത്രം. നിന്നെ സ്നേഹിക്കുവാൻ കർത്താവെ, നിന്റെ പദ്ധതി മനസ്സിലാക്കി നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ പിതാവേ. തന്നെ ഉയർന്ന വിളിക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഇതിന് യോഗ്യരല്ല. കൃപയാൽ, കൃപയാൽ. ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മാവേലിക്കര യോഗത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നാളെ തൊട്ട് തിരുവനന്തപുരവും പിന്നെ തൃശ്ശൂരിലുള്ള യോഗങ്ങളിൽ കർത്താവേ, നിന്റെ ആത്മാവ് ഓരോരുത്തരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ. ഓരോരുത്തരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ. ഒരു ആത്മീയ ഉണർവ് കർത്താവെ. കേരളത്തിൽ കൺവെൻഷന്റെ സമയമാകും. എത്ര കൺവെൻഷൻസ് നടക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ നീ ഇങ്ങനെ അവസരം തരുമ്പോൾ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ആത്മാവിൽ ബലപ്പെടുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മാവേലിക്കര യോഗം അവസാനിച്ചു. കായംകുളമാണ് എഴുതിയേക്കുന്നത്. കായംകുളത്തിൻ്റെ അടുത്ത് മാവേലിക്കരയിലാ യോഗം നടന്നേ. പിന്നെ അത് നാളെ തൊട്ട് തിരുവനന്തപുരത്തിൽ 2 ദിവസത്തെ മീറ്റിംഗ്സ് ഉണ്ട്. ജാനുവരി 20, 21. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാനുവരി 24 തൊട്ട് 26 വരെ തൃശ്ശൂരിലോ യോഗമുണ്ട്. അത് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പൂനെയിലും ജാനുവരി 28 വൈകുന്നേരമാണ്. പിന്നെ ജാനുവരി 31 തൊട്ട് ഫെബ്രുവരി 1 തീയതി വരെ മുംബൈയിൽ. പിന്നെ ഫെബ്രുവരി 3 തൊട്ട് 4 വരെ വാപ്പി, ഗുജറാത്ത്. വാപ്പി പറയുമ്പോൾ ദാദ്ര ആൻഡ് നഗർ ഹവേലിയുടെ അടുത്ത്, സിൽവാസയുടെ അടുത്തുള്ള സ്ഥലമാണ്. പിന്നെ ഫെബ്രുവരി 6, 7 അഹമ്മദാബാദ്, ഗുജറാത്ത്. ഇനി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞങ്ങളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്.